ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് മൊബൈൽ കോമേഴ്സ് ഓർ എം കോമേഴ്സ്, അതുപോലെ മൊബൈൽ കോമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് ഇ കോമേഴ്സ് ആണ്. എം കോമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ സെല്ലിംഗ് ഓർ പർച്ചേസിങ് ഗുഡ്സ് വിത്ത് ദി യൂസ് ഓഫ് മൊബൈൽ ഡിവൈസസ് സച്ച് ആസ് മൊബൈൽ ഫോൺസ്, പേജസ്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് ഓർ സ്മാർട്ട് ഫോൺ. ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ കാലത്തെ ആൾക്കാർ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്നത്. നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനും ഓൺലൈനായിട്ട് ഗുഡ്സ് വാങ്ങിക്കാനും വിൽക്കുകയാണെങ്കിലും ആൾക്കാരിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണ ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണാണ്. അപ്പം നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണോ ഈ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്, അത്തരം കോമേഴ്സിന് പറയുന്നതാണ് മൊബൈൽ കോമേഴ്സ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, സൈറ്റ് സന്ദർശിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ വേണമെന്നുള്ളോ, ഇപ്പോൾ കമ്പ്യൂട്ടർ ഒക്കെ ആകുമ്പോൾ ലാപ്ടോപ്പ് ഒക്കെ ആകുമ്പോൾ കൊണ്ടു നടക്കാൻ പറ്റും, എന്നാൽ പോലും പല ആൾക്കാർക്കും ഡെസ്ക്ടോപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മൊബിലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എം കോമേഴ്സിനാണ് അല്ലെങ്കിൽ മൊബൈൽ കോമേഴ്സിനാണ്. Now let us see the features or advantages of mobile commerce. First one is ubiquity. Ubiquity പറഞ്ഞാൽ it is present everywhere. എവിടെ നിന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആ സൗകര്യം ചെയ്യാൻ പറ്റും. ഇതാണ് ഈ മൊബൈൽ കോമേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ പറഞ്ഞാൽ ഉബിക്വിറ്റി. ഇങ്ങനെ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട്, വീട്ടിലായാലും ഓഫീസിലായാലും എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം, പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുഡ്സ് വിൽക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്. It means people can avail m-commerce service anywhere around the world and at any time using their mobile devices. M-commerce is independent of geographical limitations. ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറി സെറ്റ് ചെയ്യാണ്ട്, ഒരു ലിമിറ്റേഷനും ബാധകമല്ലാണ്ട് നമുക്ക് എവിടെ ഇരുന്നിട്ടും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് എം കോമേഴ്സ്. ഇറ്റ് ഹാസ് ക്വിക്ക് ആക്സസിബിലിറ്റി. വേറൊരു ഫീച്ചറാണ്, നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ആ സർവീസ് ഉപയോഗിക്കാൻ പറ്റും. വളരെ ക്വിക്കായിട്ട് നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്വിക്ക് ആക്സസിബിലിറ്റി പറയാം. ഈ ഒരു അഡ്വാൻറ്റേജാണ് കൂടുതലുള്ളത്. നമുക്ക് എന്ത് ഉപയോഗിക്കുന്നതിനേക്കാളും, പേഴ്സണൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാഡ്ജറ്റാണ് മൊബൈൽ ഫോൺ. അതുകൊണ്ടാണ് എം കോമേഴ്സ് ക്വിക്ക്ലി ആക്സസിബിൾ ആണെന്ന് പറയുന്നത്. ദെൻ സെക്യൂരിറ്റി ആൻഡ് ഒതൻറ്റിസിറ്റി. എം കോമേഴ്സ് സർവീസസ് ആർ റിലേറ്റീവ്ലി more secure as compared to e-commerce. Each mobile device is secure at certain level. അതായത് മൊബൈൽ ഡിവൈസ് നമുക്കറിയാം സിം ഇട്ടിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക. അപ്പോൾ ആ സിം എന്താണ്? ഒരു ഇലക്ട്രോണിക് ചിപ്പാണ്. അത് ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് പിൻ നമ്പറും മൊബൈൽ ഡിവൈസസിനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അൺലോക്ക് ദി ഫോൺ വിത്തൗട്ട് എ പിൻ കോഡ്. അപ്പോൾ ഈ സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് മൊബൈൽ കോമേഴ്സ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സേഫും ആണ്, ഓതൻറ്റിക്കേറ്റഡും ആണ്. നെക്സ്റ്റ് ഫീച്ചറാണ് ലോക്കലൈസേഷൻ. Location based services such as GPS allow companies to offer goods and services to the user specific to his current location. ഒരു ആൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ അയാളുടെ GPS സിസ്റ്റം, അയാളുടെ മൊബൈൽ ഫോണിലെ ലൊക്കേഷനൊക്കെ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സർവീസ് പ്രൊവൈഡർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു സ്ഥലം അന്വേഷിക്കണമെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിലും, ഹോട്ടലായാലും ടെമ്പിളായാലും റെസ്റ്റോറൻ്റ് ആയാലും എന്ത് ഇൻഫോർമേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പോ അതുപോലെ GPS ഒക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതും മൊബൈൽ കോമേഴ്സിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു യൂസ്. അല്ലേ, മൊബൈൽ ഫോൺ സ്മോളാണ്, വെയിറ്റ് കുറവാണ്, പോർട്ടബിൾ ആണ്, കൊണ്ട് നടക്കാം, നമുക്ക് ഹാൻഡിയാണ്. ഒരു ലാപ്ടോപ്പ് കൊണ്ടുനടക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല മൊബൈൽ ഫോൺ കൊണ്ടു നടക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പുതിയ ടെക്നോളജീസൊക്കെ ഇൻബിൽട്ട് ചെയ്തിട്ട് മൊബൈൽ ഫോണിൻ്റെ യൂസ്, അതിന് മാക്സിമം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അത് നിർമ്മിക്കുന്നതും അത് ആൾക്കാർക്ക് അത്ര യൂസർ ഫ്രണ്ട്ലി ആവുന്നു. ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ കമ്പനീസൊക്കെ ഇൻബിൽട്ട് ചെയ്യുന്നുണ്ട്. So mobile devices are small in size, their weight is also less. This feature make them handy and easily portable. These features of mobile devices in combination with other features like ubiquity and quick accessibility make them convenient. അപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, അത് ക്യാരി ചെയ്യാൻ സുഖമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതൽ കൺവീനിയൻ്റ് ആവുന്നത്. നെക്സ്റ്റ് പേഴ്സണലൈസേഷൻ. മൊബൈൽ ഡിവൈസസ് ആർ യൂഷ്വലി നോട്ട് ഷെയർഡ് ബിറ്റ്വീൻ യൂസേഴ്സ്. അല്ലേ, നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊന്നും സാധാരണ ഷെയർ ചെയ്യാറില്ല, ഒരാൾ തന്നെയാണ് അത് യൂസ് ചെയ്യാറ്. സോ ഇറ്റ് മേക്ക് പോസിബിൾ ടു അഡ്ജസ്റ്റ് എ മൊബൈൽ ഡിവൈസസ് ടു ദ യൂസേഴ്സ് നീഡ്സ് ആൻഡ് വിഷസ്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ആഗ്രഹത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിവൈസസ് ഉണ്ടാക്കാനും പറ്റും. Then a mobile operator can offer personalized services to its users depending on specified user character and user's location.
അപ്പോൾ ഓരോ യൂസറിൻ്റെയും ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഈ സർവീസ് കൊടുക്കുന്ന ആൾക്കാർക്ക് പേഴ്സണലായിട്ട് അയാൾക്ക് എന്ത് സർവീസും പ്രൊവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എന്താ മൊബൈൽ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈൽ കോമേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ യൂസേഴ്സാണ് ഉപയോഗിക്കുക. അപ്പോൾ അയാളുടെ ലൊക്കേഷനും കാര്യങ്ങളും GPS വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ ആൾക്കാർക്കും എന്താണോ നീഡ് എന്നുള്ളത് സർവീസ് പ്രൊവൈഡർ, അതായത് ഈ കോമേഴ്സ് കൊടുക്കുന്ന ആൾക്കാർ അല്ലെ സെല്ലേഴ്സിന് ഓരോ ആൾക്കാരുടെയും ആഗ്രഹം അനുസരിച്ചിട്ട് അവർക്ക് ഗുഡ്സോ പ്രൊഡക്ട്സോ ഡെലിവർ ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് കണക്ടിവിറ്റി, നമുക്ക് നമ്മുടെ ഫോണിൽ ഒന്നുകിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ വൈഫൈ ഉപയോഗിക്കും, അതായത് പല സർവീസസ് ഉണ്ടാവും അല്ലെ, GPS GPRS അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും സർവീസ് പ്രൊവൈഡേഴ്സിന് ആരെയാണെങ്കിലും. ദെൻ ടൈം സേവിങ്, ആൾക്കാരുടെ സമയം ലാഭിക്കാൻ വളരെ നല്ലതാണ് മൊബൈൽ ഡിവൈസസ്. സ്മാർട്ട് ഫോൺസ് നമ്മൾ ക്ലാസ്സും ടീച്ചിങ്ങും നമ്മുടെ ഷോപ്പിങ്ങും എല്ലാം നമ്മൾ ഓൺലൈൻ വഴിയാണ്. അപ്പോൾ എല്ലാവരുടെയും സമയം ലാഭിക്കാൻ മൊബൈൽ കോമേഴ്സ് ഹെൽപ്പ് ചെയ്യും. അഡ്വാൻറ്റേജസ് ഓഫ് ഇ കോമേഴ്സ്. ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് തന്നെയാണ്. നമ്മൾ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്തണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ക്രെഡിറ്റ് കാർഡ് നമ്പറോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പറോ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്. നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് തന്നെ പല ആൾക്കാരും ടി വിയിലൊക്കെ ന്യൂസ് വന്നതാണ്, രാത്രി 9 മണിക്ക് ശേഷം ഫോൺ കോൾ വരുന്നു. പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും, നമുക്ക് കോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അത്തരം ഫോൺ കോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ച് വിളിച്ചു നോക്കാൻ നോക്കും. അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലത്തെ എല്ലാ ഇൻഫോർമേഷനും അവർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ദോഷം പറഞ്ഞാൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. Next is heterogeneous technologies. Mobile devices, their operating system and network technologies variation is a challenge for a uniform end user platform. പല കമ്പനീസും പല ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് മൊബൈൽ ഫോൺ അവർ നിർമ്മിക്കുക. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുമ്പോൾ പല ആപ്ലിക്കേഷൻസും അതിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ കോമേഴ്സ് ചെയ്യുമ്പോൾ. For this reason, standardization bodies consisting of telecommunication companies, device manufacturers and value-added service providers integrate their work. അപ്പോൾ ഇങ്ങനെ പല കമ്പനികളും പല ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഫോൺ ഉണ്ടാക്കുമ്പോൾ പല കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാണ്ട് വരുമ്പോൾ അപ്പോൾ അവരെന്ത് ചെയ്യണം, അവിടെ ഒരു എല്ലാ കാര്യങ്ങളും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് എല്ലാ സിസ്റ്റവും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിവൈസസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതാണ് വേറൊരു ഇഷ്യൂ. നെക്സ്റ്റ്, ഹൈ കോസ്റ്റ്. Conducting commerce using mobile device is a costly affair. Establishment of required infrastructures for mobile commerce involves large investment. കോമേഴ്സ് ചെയ്യുകയാണെങ്കിൽ കൂടി അതും ഒരു കോസ്റ്റ്ലി അഫെയർ ആണ്. നമുക്ക് അത്തരം ഗാഡ്ജറ്റ്സ് വേണം, അതിന് കണക്ടിവിറ്റി വേണം, കണക്ഷൻസ് വേണം. അപ്പോൾ അതൊക്കെ എക്സ്പെൻസീവ് തന്നെയാണ്. ദെൻ സ്മോൾ സൈസ് ഓഫ് മൊബൈൽ ഡിവൈസസ്, സ്ക്രീൻ, കീബോർഡ് എക്സെട്ര. അതായത് നമ്മൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിക്കുന്ന അത്ര വലിയ പേജ് സ്ക്രീനൊന്നും നമുക്ക് മൊബൈൽ ഫോണിൽ പോസിബിൾ അല്ല. അതുപോലെ ബ്രൗസ് ചെയ്യാനും മൊബൈൽ ഫോണിൽ ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയൊരു സ്ക്രീൻ സ്പേസ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അതാണ് അതിൻ്റെ വേറൊരു ഡ്രോബാക്ക്. ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഒരിക്കലും ഒരു PC-യുടെ അത്ര സ്റ്റോറേജ് കപ്പാസിറ്റി ഒന്നും മൊബൈൽ ഫോൺ ഉണ്ടാവില്ല. അപ്പോൾ വലിയ ഫയൽ ഡൗൺലോഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഗ്രാഫിക്സ് വീഡിയോസ് സപ്പോർട്ട് ചെയ്യാനും പല ഫോണുകൾക്കും സാധിക്കില്ല. ദെൻ ലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ആൻഡ് സ്പീഡ് ഓഫ് GPRS. ബാൻഡ് വിഡ്ത്തും കുറവായിരിക്കും. പല സ്ഥലങ്ങളിലും നമുക്ക് 3G 4G ഒന്നും നെറ്റ്വർക്ക് കിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ സ്പീഡും വളരെ കുറവായിരിക്കും. ദെൻ പ്രോസസ്സിംഗ് പവർ. മൊബൈൽ ഡിവൈസസ് ഹാവ് ലെസ് പവർ ദാൻ കമ്പ്യൂട്ടേഴ്സ്. ഒരിക്കലും കമ്പ്യൂട്ടറിൻ്റെ പവറൊന്നും മൊബൈൽ ഫോണിൽ കിട്ടില്ല. എന്നാലും നമുക്കറിയാം ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ചിട്ട് എല്ലാ വർഷങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഗാഡ്ജറ്റ്സും മൊബൈൽ ഫോൺസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും ഒരു PC-യുടെ അത്രയൊന്നും എത്തില്ല. ഏരിയാസ് ഓഫ് കോമേഴ്സ്. 2017 ടോട്ടൽ കോമേഴ്സിൻ്റെ 34% ആയിരുന്നു മൊബൈൽ കോമേഴ്സ്. പക്ഷെ 2021 ആകുമ്പോഴേക്കും അത് 54% ആയിരിക്കും. അത്രയും ഫാസ്റ്റ് ഗ്രോത്ത് ആണ് കോമേഴ്സിനുള്ളത്. ഓൾമോസ്റ്റ് ഓൾ ഏരിയാസിൽ നമുക്ക് കോമേഴ്സ് ഉപയോഗിക്കുന്നത് കാണാം. ഫിനാൻസ് സെക്ടേഴ്സ്, ഫിനാൻഷ്യൽ പേയ്മെൻറ്റ്സ്, ഒരുപാട് ഗൂഗിൾ പേ, ആപ്പിൾ പേ, കുറേ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ദെൻ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ, റീറ്റെയിൽ, സർവീസ്, മാർക്കറ്റിംഗ്, അതൊക്കെ നമുക്ക് കോമേഴ്സ് കാണാം. ഇൻഫോർമേഷൻ സെക്ടർ ആയിരുന്നു, ഹെൽത്ത് കെയർ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഗെയിംസ്. ഒരുപാട് ഇപ്പോൾ മൊബൈൽ കോമേഴ്സിൻ്റെ ഒരു വിപ്ലവം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ കോമേഴ്സ് വളരെ സജീവമാണ്. കോമേഴ്സിലുള്ള മറ്റുള്ള സേവനങ്ങളെ പറ്റി അടുത്ത ക്ലാസ്സിൽ പഠിക്കും.